ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ശ്രീമദ് ഭാഗവത സാരം. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ജനഹൃദയങ്ങളിൽ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ ഉദ്ദീപനത്തിനും അവയെ പുഷ്ടിപ്പെടുത്തുന്നതിനും വേണ്ടിയാണല്ലോ ഭാഗവതം ആവിർഭവിച്ചത് തന്നെ. ഭക്തിജ്ഞാന വിരാഗാണാം സ്ഥാപനായ പ്രകാശിതം. സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാൻ തന്നെ സർവരുടെയും ആത്മാവായി വിളങ്ങുന്നത്. ആ ആത്മസ്വരൂപനാണ് നാം എന്ന് മറന്ന് അസത്തും ജഡവും ദുഃഖത്തിനിരിപ്പിടവുമായ ദേഹാദികളിൽ താൻ എന്നുറച്ചു വിശ്വസിക്കുന്നു. എന്നിട്ട് തൻ്റെ സുഖം വെളിയിലാണെന്നും പ്രപഞ്ചം സത്യമാണെന്നും കരുതി അവയുടെ പിന്നാലെ സുഖത്തിനായി അലയുന്നു. ആ ശ്രമത്തിൽ അനന്ത ദുഃഖം അനുഭവിച്ചാലും മൂഢൻ അതറിയുന്നില്ല. പെൺകഴുതയുടെ പുറങ്കാൽ കൊണ്ടുള്ള അടി എത്ര കിട്ടിയിട്ടും നാണമില്ലാതെ പുറകെ പോകുന്ന ആൺകഴുതയെപ്പോലെ വീണ്ടും വിഷയങ്ങളുടെ പുറകെ ഓടുന്നതിന് കാരണം അജ്ഞാനമാണ്. ജീവിതത്തിൽ എന്തെല്ലാം കിട്ടിയാലും എന്തൊക്കെ അനുഭവിച്ചാലും തൃപ്തി വരാതെ പൂർവഭോഗവാസനയാൽ പ്രേരിതനായി അവശനായി ദ്രഷ്ടാവായ ഭഗവാനെ മറന്ന് ദൃശ്യവസ്തുക്കളുമായുള്ള വേക്ഷ കാരണം സ്വരൂപിക്കപ്പെട്ട വിഷയസംസ്കാരത്താൽ വാസനയാൽ അന്ധകരണം ദുഷിച്ചിരിക്കുന്നു. ഈ മനസ്സിനെ ശുദ്ധമാക്കാനും വിഷയങ്ങളുടെ നിസ്സാരതയും നശ്വരതയും ദുഃഖാത്മകതയും മനസ്സിലാക്കി മനസ്സ് വിഷയസേവ നിർത്തി ആത്മാവായ ഭഗവാനിലേക്ക് മടങ്ങാനും എന്താണുപായം? അതിനാണ് ഭഗവത് മഹിമാനുവർണ്ണനം കൊണ്ട് ഭഗവത് കഥാമൃതപാനം കൊണ്ടും ഭഗവാനിൽ ഭക്തി വളർത്താൻ ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത്. ഭഗവാനും ഗീതയിൽ പറയുന്നു, അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്ന്. അനിത്യവും ദുഃഖസ്വരൂപവുമായ ഈ ലോകത്തിൽ വന്നിട്ട് നിത്യനും ശാശ്വത സുഖസ്വരൂപനുമായ എന്നെ ഭജിക്കൂ എന്ന്. ഭക്തി കൊണ്ട് ശുദ്ധവും വൈരാഗ്യം കൊണ്ട് ചാഞ്ചല്യമില്ലാത്തതുമായി തീർന്ന ചിത്തമാണ് ആത്മവിചാരത്തിന് ആവശ്യം. അങ്ങനെയുള്ള ചിത്തത്തിൽ മാത്രമേ ഭഗവത് സ്വരൂപജ്ഞാനം ഉദിക്കുകയുള്ളൂ. അങ്ങനെ ഭക്തിയുടെയും വൈരാഗ്യത്തിൻ്റെയും അഭ്യാസത്തിലൂടെ ശുദ്ധി നേടി സച്ചിദാനന്ദ സ്വരൂപനായ ആത്മാവിനെ സ്വസ്വരൂപമായി അറിഞ്ഞുണർന്ന് ധന്യനും കൃതകൃത്യനുമായി ജന്മത്തെ സഫലമാക്കാനുള്ള മാർഗമാണ് ഭാഗവതം കാട്ടിത്തരുന്നത്. ഹരി ഓം നമഃ ശിവായ.